അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ആൾക്കാരെ, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിമിൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, കർത്തവ്യമാണ്, നമ്മുടെ ചുമലിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഖുർആനും അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ബല്ലിഗു അന്നി വലൗ ആയത്തൻ, അതായത് എൻ്റെ മെസ്സേജ് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക, അത് പ്രബോധനം ചെയ്യുക. അതിപ്പം ഒരു ആയത്താണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഖുർആനിൽ നമുക്ക് കാണാം പല ആയത്തുകളിലും, അതായത് 3-ാമത്തെ സൂറ ആൽ ഇമ്രാനിൽ നമുക്ക് 110-ാമത്തെ ആയത്ത് 3:110 അതിനകത്ത് കാണാം. അള്ളാഹ് പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഉത്തമ സമുദായമാണ്. ഓക്കെ, അതിന് കാരണം പടച്ചവൻ പറയുന്നത് നിങ്ങൾ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് തടുക്കുകയും ചെയ്യുന്നു. ഇത് ആൽ ഇമ്രാനിൽ 3-ാമത്തെ സൂറ 110 കാണാം, അതുപോലെ തന്നെ 104 കാണാം. പിന്നെ സൂറ അൻ-നഹൽ 16-ാമത്തെ സൂറയിൽ 125-ാമത്തെ വചനമായിട്ട് കാണാം. ഇവിടെ എല്ലാം പടച്ചവൻ പറയുന്നത് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഓക്കെ, അവിടെ യുക്തി ഉപയോഗിച്ചും നല്ല അഡ്വൈസ് കൊടുത്തും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇവിടെ എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത്, പല ആൾക്കാരും ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലർക്കും ഞാൻ ഷഹാദ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ അമേരിക്കയിൽ. എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു അനുഭവം ഉള്ളത് അത് പറയുകയാണ്. അതിന് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ ആൾക്കാരെ ഇസ്ലാമിലേക്ക് വിളിക്കുമ്പോൾ, ഓക്കെ, ചില ആൾക്കാർ അവർ പുസ്തകം വായിച്ച്, ഖുർആൻ വായിച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ശരിക്ക് ശ്രദ്ധയോടുകൂടി വായിച്ച് മറ്റ് പുസ്തകങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നത് അവർ മുസ്ലിങ്ങളെ കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു ഈ ആൾ അല്ലെങ്കിൽ ഈ സിസ്റ്റർ അല്ലെങ്കിൽ ഈ ബ്രദർ അവരിൽ എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇയാൾ ചീത്ത പറയത്തില്ല, മനസ്സിലല്ല. അതിപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർക്കറിയാം, ഈ ഇസ്ലാം ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ഫോളോ ചെയ്യാത്ത ആൾക്കാർ, അതിപ്പം ആരാലും കൊള്ളാം, ദൈവത്തിൻ്റെ കൽപ്പന ഫോളോ ചെയ്യാത്ത നല്ലതും ചീത്തതും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാർ, അവർ വായെടുക്കുമ്പം ചീത്ത വാക്കുകൾ പറയും, പിന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ആൾക്കാർ, അയാൾ പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെയും ഓരോരുത്തരെയും കുറിച്ച് അയാൾ ഒരു അളന്ന് തൂക്കും. അതായത് ഇപ്പം 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ A B C D, ഓക്കെ, ഈ എ എന്ന് പറയുന്ന ആൾ അയാളുടെ പെരുമാറ്റം, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ B C D. അപ്പോൾ അതിനകത്ത് ഒരാൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരാൾ, അതായത് അയാൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു, കള്ളം പറയില്ല, ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കത്തില്ല. അപ്പം അയാൾ നമസ്കാരത്തിൽ എപ്പോഴും അയാൾ പങ്ക്ച്വലായിട്ട് അയാൾ നിസ്കരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കാര്യം പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളുടെ കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നോക്കിയിട്ട് അവരുടെ ആ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ചര്യ അത് കണ്ടിട്ട് അത് മനസ്സിൽ ഇരിക്കും. എന്നിട്ട് അവർ സ്കൂൾ കഴിഞ്ഞ്, കോളേജ് കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ്, കുട്ടികളായി, എന്നിട്ടും അവരുടെ തലയിൽ അങ്ങനെ ഒരാളെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ ഇയാൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഇസ്ലാം, അപ്പോൾ അയാൾ മുസ്ലിമായിരുന്നു, ഓക്കെ, അയാൾ മുസ്ലിമായിരുന്നു, അതുകൊണ്ടാണ് അയാളുടെ ആ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള മഹിമ ഉണ്ടായിരുന്നത്
എന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു വിചാരം വന്ന് അങ്ങനെ വരുന്ന ആൾക്കാർ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അനുഭവം ഉള്ളത് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാരും ഇസ്ലാമിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലർക്കും ഞാൻ ഷഹാദ ചൊല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ ഇവിടെ ഈ നോർത്ത് കരോളൈനയിൽ ഹാരിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ താമസിച്ചിരുന്നു. ഈ ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റിയാണ് നോർത്ത് കരോളൈനയിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത്. അതായത് ഫൈനാൻഷ്യൽ ഹബ്ബാണ്. ഇവിടുത്തെ ഈ ബാങ്ക് ഓഫ് അമേരിക്ക, അതേപോലെ തന്നെ വെൽസ് ഫാർഗോ, ഇങ്ങനെയുള്ള വലിയ 2 ബാങ്കുകൾ കൂടാതെ വലിയ വലിയ കമ്പനികൾ ഇവിടെയുണ്ട്, ഈ ഷാർലറ്റിലുണ്ട്. അപ്പം ഷാർലറ്റ് ഒരു വലിയ സിറ്റിയാണ്, ആൾക്കാരും കുറേയധികം താമസിക്കുന്ന സ്ഥലമാണ് ഷാർലറ്റ്. ഈ ഷാർലറ്റിന് തൊട്ട് പുറത്ത്, അപ്പോൾ നമ്മളിപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയുടെ തൊട്ട് അടുത്ത് കിടക്കുന്നതാണ് ചേർത്തല. അപ്പം അങ്ങനെ ഒരു ട്വിൻ സിറ്റി എന്ന് പറയാം. ഈ ഹൈദരാബാദ് സെക്കന്ദരാബാദ് പോലെ ഷാർലറ്റിന് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ് ഹാരിസ്ബർഗ് താമസിച്ചിരുന്നു. ഇപ്പം അവിടെ നിന്ന് മാറി ഇപ്പം ഷാർലറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഹാരിസ്ബർഗ് താമസിക്കുമ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ പുറകെ മുറ്റത്തിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അവിടെ എന്തോ മണ്ണ് കളക്കാനോ എന്തൊക്കെ ഒരു ലോണിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു പുറകെ മുറ്റത്തിൽ. അപ്പോൾ ആ ഒരു സൺഡേ ആയിരുന്നു, അവിടെ വർക്ക് നടക്കുകയാണ്. 3 ആൾക്കാർ, അതിവിടെ ഈ അമേരിക്കയിൽ അധികം ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന ഇത് കൺട്രി ഉണ്ടല്ലോ, മെക്സിക്കോ എന്നുള്ള ആൾക്കാരാണ്, നമ്മളിവിടെ മെക്സിക്കൻ എന്ന് പറയും. അവരാണ് ഇങ്ങനെയുള്ള അധിക വർക്കുകളും, അതായത് ഈ ലേബർ വർക്കുകൾ അധികവും ചെയ്യുന്നത് അവരാണ്. കാർപ്പൻ്റർ ആയാലും ഈ വീട് പണിയായാലും അതേപോലെ തന്നെ ഫ്ലോറിങ്ങിൻ്റെ പണിയായാലും പ്ലംബിംഗ് ആയാലും ഇതെല്ലാം അവർ ആണ് അധികവും. ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 75% ആൾക്കാരും അവരാണ് ഇവിടുത്തെ എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബുദ്ധിമുട്ടുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു 3 ആൾക്കാർ എൻ്റെ വീട്ടിൻ്റെ പുറകിൽ മുറ്റത്തിൽ ഒരു വർക്ക് എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവർ 3 പേര് അവിടെ ഞായറാഴ്ച ഉച്ച സമയത്ത് വർക്ക് ചെയ്യണം. അതേ സമയത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഭക്ഷണം കഴിക്കാനും വന്നിട്ടുണ്ട്. ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ. നമ്മുടെ ആ നെയ്ബർഹുഡ്, അതായത് ഹാരിസ്ബർഗ് താമസിച്ചിരുന്ന ഒരു ഹെദർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു നെയ്ബർഹുഡാണ്. ആ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വില്ലേജ് പോലെ എന്ന് പറയാം. ഒരു നെയ്ബർഹുഡിനകത്ത് ചിലപ്പോൾ ഒരു 100 150 വീടുകളുണ്ടാവും. ഓക്കെ, ആ വീടുകളെല്ലാം കൂടെ കൂട്ടി ഒരു നെയ്ബർഹുഡ്, അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു ലോ ഉണ്ടാവും, ഒരു റൂൾസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഒരു കമ്മിറ്റി ഉണ്ടാവും. അതൊരു നെയ്ബർഹുഡാണ്. അങ്ങനെ ഹെദർ സ്റ്റോൺ നെയ്ബർഹുഡിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹെദർ സ്റ്റോൺ നെയ്ബർഹുഡിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനെ കുറച്ച് ആൾക്കാരെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വിളിച്ചിരുന്നു, ഞാനും എൻ്റെ വൈഫും വിളിച്ചിരുന്നു. അങ്ങനെ അവർ വന്ന് ഏകദേശം 2 മണി സമയമാണ്, ഭക്ഷണം റെഡിയാണ്. അവർ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ ഭക്ഷണത്തിന് വിളിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ റെഡിയായി. അപ്പം ആ സമയത്ത് ഇവർ 3 പേര് മെക്സിക്കോ എന്നുള്ള 3 ആൾക്കാർ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് അവരെയും കൂടെ വിളിച്ചാലോ, ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കാം. അപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ എന്താ വിളിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പുറകിൽ ഡെക്കിൽ പോയിട്ട് വാതിൽ തുറന്ന് അവർക്ക് പറഞ്ഞു, വാ കമോൺ ലെറ്റ്സ് ഈറ്റ് ടുഗദർ എന്ന് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അവരത് കേട്ടപ്പം ഉടനെ തന്നെ സംഗതിയൊക്കെ അവിടെ നിർത്തി അവരും വന്നു. അപ്പോൾ അവർ അറിയാലോ, പുറകിൽ മുറ്റത്ത് വർക്ക് ചെയ്യാണ്, മെനക്കേടുള്ള വർക്കാണ്. ആ വർക്ക് ചെയ്യുന്നതിനിടയിൽ അവരുടെ കുപ്പായമൊക്കെ അഴുക്കാണ്, കൈയും കാലും ഒക്കെ എല്ലാം അഴുക്കാണ്. അപ്പോൾ അവർ വന്ന് ഫ്രണ്ട് ഡോറിൽ കൂടെ വന്ന്, അപ്പോൾ ഞാൻ അവർക്ക് നമ്മുടെ ബാത്റൂം കാണിച്ചു കൊടുത്ത്, കൈ കഴുകാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് അവർ കൈ കഴുകി. എന്നിട്ട് ഭക്ഷണം ഇരിക്കുന്നത് കുറച്ച് ദൂരെ മാറിയിട്ടാണ്, ഒരു കിച്ചണിലാണ് ഭക്ഷണം ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ആൾക്കാർ സ്വന്തമായിട്ട് വന്ന് ബഫേ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് 3 പേർക്കും ബാത്റൂം കാണിച്ചു കൊടുത്ത്, ബാത്റൂമിൽ നിന്ന് ഇവരുടെ 3 പേരുടെ ഒരു ലീഡർ, അയാൾ ബാത്റൂമിൽ നിന്ന് കൈയെല്ലാം കഴുകി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ റിലീജിയൻ, അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഓക്കെ, യുവർ റിലീജിയൻ ഈസ് എ ഗുഡ് റിലീജിയൻ. മനസ്സിലായി,
എൻ്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത് യുവർ റിലീജിയൻ ഈസ് എ ഗുഡ് റിലീജിയൻ. ഓക്കെ, അതായത് നിങ്ങളുടെ ദീൻ ഒരു നല്ല ദീനാണ്. ഞാനിവിടെ അയാളുടെ അടുത്ത് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ചില്ല, ഇസ്ലാം എന്താണ്, ഖുർആൻ എന്താണ്, ഒന്നും സംസാരിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ മാത്രം വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവർ ഭക്ഷണം കഴിക്കാൻ വന്ന് കൈ കഴുകിയിട്ട്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ട് ഭക്ഷണം എടുക്കാൻ വരികയാണ്. ആ വരുന്ന സമയത്ത് അയാൾ ഒച്ചത്തിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അയാൾ പറയുകയാണ്, നിങ്ങളുടെ റിലീജിയൻ നല്ല റിലീജിയനാണ് എന്നൊക്കെ. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഇത് ഒരു പക്ഷേ അവരിവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും പല സ്ഥലങ്ങളും. ആരും ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ അവർ വിളിച്ച് കാണത്തില്ല. അതായത് ഭക്ഷണം കൊടുക്കുന്നത് വേറൊരു കാര്യം, നമ്മുടെ കൂടെ ഇരുത്തി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഷെയർ ചെയ്യുക, ഇത് ഒരു പക്ഷേ ഇവർക്ക് ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമായിരിക്കും. അത് കാരണമായിരിക്കും ഇയാൾ പറഞ്ഞത് യുവർ റിലീജിയൻ ഈസ് എ ഗുഡ് റിലീജിയൻ. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പെരുമാറ്റം, നമ്മൾ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് ആൾക്കാരെപ്പോഴും ഓർത്ത് വെക്കും. ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കൊളംബിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, കൊളംബിയ. അവിടെ നിന്ന് ഉള്ള ഒരാൾ ഒരു പ്രാവശ്യം ഫ്ലോറിങ്ങിൻ്റെ ഒരു കാര്യം നോക്കാനായിട്ട് വന്നു. അത് രാവിലെ ആൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് വന്നത്. അപ്പോൾ ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാ ബ്രേക്ക്ഫാസ്റ്റ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇയാളെ വിളിച്ച് എൻ്റെ മേശപ്പുറത്ത് വന്ന് എന്തോ ചപ്പാത്തിയോ പത്തിരിയോ എന്നാണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ എൻ്റെ കൂടെ കഴിച്ചിട്ട് ആൾ പറഞ്ഞു, ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയാൾ പറഞ്ഞു, ഞാനിവിടെ 30 വർഷമായിട്ടിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ, ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇത് നമ്മൾ മുസ്ലിങ്ങൾക്ക് ഇതൊരു പുതുമയല്ല. ഓക്കെ, ഇത് നമ്മളെ അറിയാമല്ലോ, നമ്മൾ ഇപ്പം വടക്കൻ മലബാറിൽ പോയാലും മുസ്ലിങ്ങളുടെ വീട്ടിൽ ജനറലി ഈ അതിഥികൾ വന്നാൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ രക്തത്തിലുള്ള സംഗതിയാണ്. അതായത് അതിഥികളുടെ ആതിഥേയ മര്യാദ അല്ലേ, ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം, ഇത് നമ്മുടെ ബ്ലഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് അതൊരു പുതുമയാണ്. പക്ഷെ നമുക്കത് പുതുമയല്ല. നമ്മുടെ ദീനിൻ്റെ, നമ്മുടെ റിലീജിയൻ്റെ ഭാഗമാണ്. പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിരിക്കുന്ന അതിഥികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആൾക്കാരെ അറിയിക്കണം, അവരെ ക്ഷണിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആൾക്കാർ നമ്മളെ വിലയിരുത്തും. നമ്മളെന്താണ്, ഇപ്പോൾ നമ്മുടെ ഡീലിങ്, നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മുഖത്ത് പുഞ്ചിരിയുണ്ടോ, അവരെ ബഹുമാനിക്കുന്നുണ്ടോ, നമ്മൾ അവരെ എങ്ങനെ ഇതൊക്കെ അവർ എല്ലാവരും നമ്മളെ അളക്കും. ഈ അളവ് അളന്നിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ദീൻ കൊള്ളാം, ഇയാൾ കൊള്ളാം, അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന സംഗതികൾ കൊള്ളാം എന്നുള്ള ആദ്യത്തെ ഒരു മറ, ഒരു ഹേർഡിൽ അത് മാറിക്കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലായാലും, ഇപ്പോൾ ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാരായാലും, എവിടെ താമസിക്കുന്ന ആൾക്കാരായാലും, ഇത് നമ്മുടെ മനസ്സിൽ വെക്കണം. അതായത് നമ്മളെ ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിന് ഗുണവും ഉണ്ടാക്കാം, ദോഷവും ഉണ്ടാക്കാം. ഓക്കെ, ഇസ്ലാമിലേക്ക് ആൾക്കാരുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ, അതിൽ ദോഷവും ഗുണവും ഉണ്ടാക്കാം. അത് നമ്മൾ ദോഷമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നമ്മൾ അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ പെരുമാറ്റത്തിലൂടെ എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.